കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 6 പ്രതികൾക്കുള്ള ശിക്ഷാവിധി ഇന്നാണ്. പൾസർ സുനി, മാർട്ടിൻ ആന്റണി, ബി മണികണ്ഠൻ, പി വിജീഷ്, എച്ച് സലീം, പ്രദീപ് എന്നിവർക്കാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ശിക്ഷ വിധിക്കുക. 20 വർഷം വരെ കഠിന തടവോ ജീവപര്യന്തം തടവോ ലഭിക്കാവുന്ന 10 കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ കണ്ടെത്തിയത്. പ്രതികളെ തൃശൂരിലെ വിയ്യൂർ ജയിലിൽ നിന്നും അല്പസമയത്തിനകം കോടതിയിലേക്ക് എത്തിക്കും. കേസിന്റെ വിധിപ്പകർപ്പ് ഇന്ന് പുറത്തുവരും. നടൻ ദേവിനെ കുറ്റമുക്തനാക്കിയ കാരണങ്ങൾ വിധിന്യായത്തിലുണ്ടാകും. വിധിപ്പകർപ്പ് വന്ന ശേഷം ഹൈക്കോടതിയിൽ അപ്പീൽ പോകാനാണ് പ്രോസിക്യൂഷന്റെ തീരുമാനം. വിഷ്ണു സുരേഷാണ് ചേരുന്നത് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. വിഷ്ണു, എപ്പോഴാണ് ഈ വിധിപ്പകർപ്പ് കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭിക്കുക? ശിക്ഷാവിധി പ്രസ്താവിക്കുന്നത് എത്ര മണിക്കാകും? വിയ്യൂരിൽ നിന്ന് പ്രതികളുമായി പോലീസ് വാഹനം പോരുന്നതിന്റെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു. അവരിങ്ങോട്ടേക്ക് എത്തിയോ? സ്മിത, 11 മണിയോടുകൂടി തന്നെ ഈ കേസിൽ ശിക്ഷാവാദം ആരംഭിക്കും എന്നാണ് ലഭ്യമാകുന്ന വിവരം. അല്പസമയം മുമ്പ് പൾസർ സുനിയുടെ അഭിഭാഷകൻ എത്തിയിരുന്നു. അദ്ദേഹം നടത്തിയ പ്രതികരണം പരമാവധി പ്രതികൾക്ക് ശിക്ഷയിൽ ഇളവ് ആവശ്യപ്പെടും എന്നാണ്. പ്രോസിക്യൂഷനാകട്ടെ ജീവപര്യന്തം വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. സ്വാഭാവികമാണത്. അല്പസമയം മുമ്പാണ് ഈ കേസിൽ ശിക്ഷാവാദം കേൾക്കുന്ന അല്ലെങ്കിൽ കേസിൽ വിധി പറയുന്ന ജഡ്ജി ഹണിയം വർഗീസ് കോടതിയിലേക്ക് എത്തിയത്. 11 മണിയോടുകൂടി കേസ് പരിഗണിക്കും. നമ്മളിപ്പോൾ ഉള്ളത് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ്. ഇവിടെ ഇനി കൂടുതൽ, അതായത് ഈ പ്രതികളുമായുള്ള പോലീസ് വാഹനം എത്തിയിട്ടില്ല. അത് അല്പസമയത്തിനകം തന്നെ പോലീസ് വാഹനം ഇങ്ങോട്ടേക്ക് എത്തുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വലിയ സുരക്ഷ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ഇത്തവണയും കോടതി വളപ്പിൽ ഉണ്ട്. ഇതിൻ്റെ ഒരു പ്രതീക്ഷ, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പ്രോസിക്യൂഷൻ്റെ ഒരു പ്രതീക്ഷ പ്രതികൾക്ക് എല്ലാവർക്കും തന്നെ ജീവപര്യന്തം ലഭിക്കുമെന്നാണ്. അവർക്കെതിരെ ചുമത്തിയിട്ടുള്ള എല്ലാ വകുപ്പുകളും നിലനിൽക്കും എന്നാണ് കോടതി 8-ാം തീയതി വിധി പറഞ്ഞ ഘട്ടത്തിൽ വ്യക്തമാക്കിയത്. സ്വാഭാവികമായതുകൊണ്ട് ശിക്ഷ പരമാവധി തന്നെ ഉണ്ടാകും. ജീവപര്യന്തമോ അതല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് 20 വർഷം കഠിന തടവോ ഒക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. പ്രതിഭാഗമാകട്ടെ പ്രതികളുടെ പ്രായം, അതോടൊപ്പം തന്നെ ഒരു കുടുംബ സാഹചര്യം ഒക്കെ പരിഗണിച്ചുകൊണ്ടൊരു ഇളവാണ് ആവശ്യപ്പെടുന്നത്. പക്ഷേ ഈ പ്രതികൾക്ക് എല്ലാവർക്കും തന്നെ ക്രിമിനൽ പശ്ചാത്തലമുണ്ട്. അതിൽ കൂടുതൽ ആളുകൾക്കും ക്രിമിനൽ പശ്ചാത്തലമുണ്ട്. മുൻപ് കേസിൽപ്പെട്ട ആളുകളാണ്. സ്വാഭാവികമായും അവർക്ക് ആ ഒരു പശ്ചാത്തലത്തിൽ ഇളവ് അനുവദിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇനി കോടതിയുടെ ഡിസ്ക്രിഷണറി പവറാണ്, എന്താണ് കോടതി അതിൽ തീരുമാനിക്കുക എന്നുള്ളത്. ഇന്ന് വിധി ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. സാധാരണഗതിയിൽ രാവിലെ വാദം കേട്ട്, ശിക്ഷയിന്മേൽ വാദം കേട്ട് അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം വിധി പറയാർ ഒരു പതിവുണ്ട്. അതല്ല എങ്കിൽ പിന്നീട് അടുത്ത ദിവസത്തേക്ക് ഇപ്പോൾ ഈ പറഞ്ഞ വാദങ്ങളുടെയൊക്കെ കാര്യങ്ങൾ ജഡ്ജ് അനലൈസ് ചെയ്ത ശേഷം അതിനുശേഷം മറ്റൊരു ദിവസം വിധി പറയാൻ വെക്കുകയും ചെയ്യും. എന്നാണോ വിധി പറയുന്നത് അതിന് തൊട്ട് പിന്നാലെ തന്നെ ഇതിന് വിധിപ്പകർപ്പ് പുറത്തു വരും. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റായി പ്രോസിക്യൂഷൻ നോക്കിക്കാണുന്നത്. വിധിപ്പകർപ്പ് പുറത്തു വന്ന ശേഷമായിരിക്കും ഇതിൻ്റെ ഗൂഢാലോചന, ഇതിലാണ് ഈ മാസ്റ്റർ കോൺസ്പിറേറ്റർ എന്ന് അന്വേഷണ സംഘം കണ്ടെത്തുകയും കുറ്റപത്രം സമർപ്പിക്കുകയൊക്കെ ചെയ്ത ദിലീപിനെ കഴിഞ്ഞ ദിവസം കോടതി കുറ്റവിമുക്തനാക്കിയിരുന്നു. എന്തുകൊണ്ട് കുറ്റവിമുക്തനാക്കി എന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരിക ആ പ്രോസിക്യൂഷൻ വിധിപ്പകർപ്പ് പുറത്തു വന്ന ശേഷം. ഗൂഢാലോചന തെളിയിക്കൽ അത് പ്രയാസമാണ്. പക്ഷേ പ്രയാസകരമായ ആ ഗൂഢാലോചനയിൽ ഡോക്യുമെന്റൽ എവിഡൻസ് അടക്കം തെളിവുകളുടെ കൂമ്പാരം ഇക്കാര്യത്തിൽ സമർപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പ്രോസിക്യൂഷനും അതിജീവിത അഭിഭാഷകർക്ക് ആ ദിവസങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ശരിയാണ്, ഈ ദിവസങ്ങൾ കുറേയധികം തെളിവുകൾ, ശബ്ദ സന്ദേശങ്ങൾ ഫോണിൽ റിട്രീവ് ചെയ്തെടുത്തൊക്കെ നമ്മളും കേട്ടതാണ്. അതിൻ്റെ ട്രാൻസ്ക്രിപ്റ്റ് നമ്മൾ വായിച്ചതാണ്. അപ്പോൾ അത് കോടതിക്ക് മുന്നിലേക്ക് വന്നത് എങ്ങനെയാണ്, കോടതിക്ക് അത് ബോധ്യപ്പെടാതിരുന്നത് എന്തുകൊണ്ടാണെന്നുള്ള ഒരു വിശദമായ രേഖ കൂടിയാവില്ലേ ആ വിധിയുടെ രേഖകൾ, വിഷ്ണു? അതുകൊണ്ട് തന്നെ നിർണായകമാണത്. ഹാഷ്മി, ആ വിധിപ്പകർപ്പ് ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലാൻഡ്മാർക്കായി മാറാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത്. അത് വളരെ അക്കാഡമിക്കലി കൂടി ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന ഒരു വിധിപ്പകർപ്പാണ്. കാരണം പ്രോസിക്യൂഷൻ്റെ തെളിവുകളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം അവരെന്തെല്ലാമാണ് കോടതിയിൽ സമർപ്പിച്ചത് എന്നുള്ള കാര്യത്തിൻ്റെയൊക്കെ വിശദാംശങ്ങൾ നമ്മൾ പുറത്തുവിട്ടതാണ്. ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് 8 തവണ ഗൂഢാലോചന നടത്തിയതിൻ്റെ രേഖകൾ, വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ രേഖകൾ, സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട രേഖകൾ, അങ്ങനെ ഇതെല്ലാം ദിലീപും പൾസർ സുനിയും തമ്മിൽ, A1 ആയ പൾസർ സുനിയും A8 ആയ ദിലീപും തമ്മിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നതിൻ്റെ തെളിവുകളൊക്കെ പ്രോസിക്യൂഷൻ ഹാജരാക്കിയിരുന്നു. പക്ഷേ അതൊന്നും ദിലീപിനെതിരെയുള്ള ഗൂഢാലോചന തെളിയിക്കുന്നതിനുള്ള ഒരു തെളിവായി കണക്കാക്കാനാകില്ല എന്ന് കാണിച്ചാണ് ദിലീപിനെ കുറ്റവിമുക്തനാക്കിയത്. അപ്പോൾ അത് ഏത് സാഹചര്യത്തിലാണ്, എവിടെയാണ് പ്രോസിക്യൂഷന് പിഴച്ചത്, എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിലൊരു വ്യക്തത വരണമെങ്കിൽ ആ വിധിപ്പകർപ്പ് പുറത്തു വരണം. ഒരുപക്ഷെ ഈ പൊതുബോധം പൊതുബോധത്തെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്ന കേസുകളിൽ തെളിവുകളുടെ പ്രാധാന്യം എത്രത്തോളമാണ് എന്ന് സൂചിപ്പിക്കുന്ന രണ്ടാമത്തെ കേസായിരിക്കും ഇത്. നേരത്തെ ഫ്രാങ്കോ മുളക്കലിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടതാണ്. പരമാവധി തെളിവുകൾ ഞങ്ങൾ
തങ്ങളുടെ പക്കലുണ്ട്, ഫ്രാങ്കോ പരമാവധി ശിക്ഷ നേടും എന്ന് അല്ലെങ്കിൽ ശിക്ഷ നൽകും എന്നൊക്കെ പറഞ്ഞ് കോടതിയിലേക്ക് എത്തിയതാണ്. പക്ഷേ തെളിവുകളുടെ ഒരു വലിയ അപാകതയുണ്ട് എന്ന് അതിൻ്റെ വിധിപ്പകർപ്പ് പുറത്തു വന്ന ശേഷം നമ്മൾ കണ്ടതാണ്. പ്രോസിക്യൂഷന് പരാജയം സംഭവിച്ചതിൻ്റെ കാര്യങ്ങൾ 26ഓളം പോയിന്റ് അക്കമിട്ട് നിരത്തിയാണ് ആ കോടതി വിധിപ്പകർപ്പ് പുറത്തു വന്നത്. അപ്പോൾ സമാനമായൊരു കോടതി വിധിയുടെ പകർപ്പ് നമ്മൾ ഇവിടെ പ്രതീക്ഷിക്കുന്നു. ആ പകർപ്പ് പരിശോധിച്ച ശേഷമായിരിക്കും എവിടെയൊക്കെ പാളിച്ച പറ്റി അതിൽ നിന്നെല്ലാം എന്തെല്ലാം സ്വീകരിച്ചിട്ട് വേണം മുന്നോട്ട് പോകാൻ എന്ന തീരുമാനത്തിലേക്ക് പ്രോസിക്യൂഷൻ എത്തുക. ആ വിധിപ്പകർപ്പാണ് കേസുമായി ബന്ധപ്പെട്ട് ഇനി ഏറ്റവും പ്രധാനമായി അതുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന കോടതിയുടെ ചെസ്റ്റിൽ ഈ മെമ്മറി കാർഡ് എന്ന് പറയുന്നത് ഈ പാതിരാത്രി ഒരു തെരുവിൽ നടി ആക്രമിക്കപ്പെട്ട ക്രൂരമായ സെക്ഷൽ അസോൾട്ടിന്റെ ഈ പറയുന്ന പൾസർ സുനി ചിത്രീകരിച്ച ആ ദൃശ്യങ്ങളാണ്. അത് പുറത്തു പോകൽ എന്ന് പറയുന്നത് മാനാഭിമാനവുമായി ബന്ധപ്പെട്ടതും അല്ലെങ്കിൽ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള പോക്കുമായി ബന്ധപ്പെട്ടതൊക്കെയുള്ള വലിയ ആശങ്കകളും ആദ്യമായി ആക്രമിക്കപ്പെട്ട നടി രാഷ്ട്രപതിക്ക് അയച്ച കത്തൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിന്റെ ഫോറൻസിക് പരിശോധനയിൽ ഇത് കോടതിയുടെ ചെസ്റ്റിൽ കോടതിക്കകത്ത് അത് മൂന്നാവർത്തി തുറന്ന് പരിശോധിച്ചു, അത് ഒരു സാംസങ് ഫോണിലൊക്കെ ഇട്ടു എന്നൊക്കെ കണ്ടെത്തപ്പെട്ടതാണ്. അതിൽ ആർക്കെതിരെ നടപടി എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ, അതിന്റെ മുന്നോട്ട് പോക്ക് എന്തായി എന്നതിനെ പറ്റിയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമോ ഈ വിധിപ്പകർപ്പിൽ വിഷ്ണു? ഹാഷ്മി, 7.5 വർഷം നീണ്ട വിചാരണയാണ്. അതിനിടയിൽ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ബാലചന്ദ്രകുമാറിന്റെ വരവ്, മെമ്മറി കാർഡിന്റെ ചോർച്ച, അതോടൊപ്പം തന്നെ ജഡ്ജിയെ മാറ്റണമെന്നുള്ള നടിയുടെ ആവശ്യം, അങ്ങനെ ഒരുപാട് നിയമവ്യവഹാരങ്ങളിലൂടെ കടന്നുപോയ ഒരു കേസാണിത്. സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രതിവാദങ്ങളും ഈ വിധിപ്പകർപ്പിൽ ഉണ്ടാകും എന്നുള്ളത് സ്വാഭാവികമാണ്. പ്രത്യേകിച്ച് ഹാഷ് വാല്യൂ മാറിയത് ഹണിയം വർഗീസിന്റെ നേതൃത്വത്തിൽ തന്നെ അന്വേഷണം നടത്തി അത് മാറിയിട്ടുണ്ട് എന്ന് കണ്ടെത്തിയതാണ്. പക്ഷേ അതിലൊരു തുടരന്വേഷണം, പോലീസിന്റെ നേതൃത്വത്തിൽ തുടരന്വേഷണം വേണമെന്ന് അതിജീവിതം ആവശ്യപ്പെട്ടെങ്കിലും ആ അന്വേഷണം പൂർണ്ണമായി പരിഗണിക്കപ്പെട്ടിട്ടില്ല. ആ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത ഈ വിധിപ്പകർപ്പിൽ ഉണ്ടാകും. ഏത് സാഹചര്യത്തിൽ അത് മാറി, എന്താണ് അതിൽ സംഭവിച്ചതെന്നൊക്കെ ആ വിധിപ്പകർപ്പിൽ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതല്ല എങ്കിൽ, അങ്ങനെ ഒന്നും സംഭവിച്ചില്ല എങ്കിൽ കേസിന്റെ മെറിറ്റുമായി ബന്ധപ്പെട്ട് പ്രോസിക്യൂഷൻ സമർപ്പിച്ച തെളിവുമായി ബന്ധപ്പെട്ട് പ്രതികളെ എന്തുകൊണ്ട് ഇപ്പോൾ 1 മുതൽ 6 വരെ എന്തുകൊണ്ട് കുറ്റക്കാരെ പ്രഖ്യാപിച്ചുവെന്നും 7 മുതൽ 10 വരെയുള്ള പ്രതികളെ എന്തുകൊണ്ട് വെറുതെ വിട്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും മറ്റ് കേസുകളിലേക്ക് ഉദ്ധരിച്ചുകൊണ്ടായിരിക്കും ഒരു വിധിപ്പകർപ്പ് ഉണ്ടാകുക. വലിയ ഒരു ലോങ് പേജ് ഉണ്ടാവും എന്നുള്ളതാണ് നിയമവിദഗ്ധരുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത്. അതിൽ എന്തൊക്കെ പ്രതിപാദിക്കും, ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിലൊരു വലിയ നിയമ പോരാട്ടത്തിന്റെ പശ്ചാത്തലം ഈ കേസിനുണ്ട്. അതിൽ ഏതെല്ലാം ഏടുകൾ ഈ വിധിപ്പകർപ്പിൽ ഇടം പിടിക്കും എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. ഏതെല്ലാം കാര്യങ്ങൾ ഇടം പിടിച്ചാലും അതിൽ ഏറ്റവും പ്രധാനമായി നിൽക്കുക എന്തുകൊണ്ട് 8ാം പ്രതി A8 ആയ ഗോപാലകൃഷ്ണൻ എലിയസ് ദിലീപ് ആ പ്രതിയെ ഒഴിവാക്കി ഗൂഢാലോചനയിൽ നിന്ന്. എവിടെയാണ് അയാൾക്കെതിരെയുള്ള തെളിവുകൾ പ്രോസിക്യൂഷൻ നഷ്ടപ്പെട്ടത്, എന്തുകൊണ്ട് തെളിയിക്കാൻ പറ്റിയില്ല, എന്താണ് അന്വേഷണത്തിൽ സംഭവിച്ച വീഴ്ച, ആ ഭാഗമായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുതന്നെയാണ് പ്രോസിക്യൂഷനും ഉറ്റുനോക്കുന്നത്. എവിടെയാണ് അവർക്ക് വീഴ്ച പറ്റിയത്, ഇനി അത് റെക്ടിഫൈ ചെയ്ത് എങ്ങനെയായിരിക്കും അപ്പീലുമായി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് അവർ നോക്കുക. അത് എപ്പോഴുണ്ടാകുമെന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. ശിക്ഷാവിധി ഒന്നും ഉണ്ടായാൽ മാത്രമേ ഇന്ന് വൈകിട്ടോടുകൂടി വിധിപ്പകർപ്പ് പുറത്തു വരികയുള്ളൂ. അതല്ലെങ്കിൽ ഇനിയും നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അതെപ്പോൾ വന്നാലും അടുത്ത ദിവസങ്ങളിൽ തന്നെ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള തീരുമാനത്തിലാണ് നിലവിൽ പ്രോസിക്യൂഷൻ ഉള്ളത്. ഇന്നിപ്പോൾ ശിക്ഷയിന്മേൽ വാദം നടക്കുന്നത് 1 മുതൽ 6 വരെയുള്ള പ്രതികളുടെയാണ്. A1 ആയ പൾസർ സുനി, A2 ആയ മാർട്ടിന്, A3 മണികണ്ഠൻ, അതോടൊപ്പം വിജീഷ്, പ്രദീപ്, വടിവാൾ സലീം, ഇങ്ങനെ 6 പേരുടെ ശിക്ഷയിന്മേലാണ് വാദം നടക്കുക. ഇവർക്ക് എല്ലാവർക്കും എതിരെ സമാനമായ കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 കുറ്റങ്ങൾ, അതിലൊന്ന് 120B ആണ്, ഗൂഢാലോചന ഇവർക്കെതിരെ നേരത്തെ തെളിഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായും ഗൂഢാലോചന തെളിഞ്ഞ പശ്ചാത്തലത്തിൽ 120A-യും 376D കൂട്ടബലാത്സംഗം, അതോടൊപ്പം തന്നെ തട്ടിക്കൊണ്ടുപോകൽ, തടങ്കൽ വെക്കൽ, സ്ത്രീത്വത്തെ അപമാനിക്കൽ, IT ആക്ട്, അതെല്ലാം നിലനിൽക്കുമെന്നാണ് കോടതി പറഞ്ഞത്. അതിൽ ചില ശിക്ഷകൾ ഇളവ് വേണം എന്നുള്ളതായിരിക്കും പ്രതിഭാഗത്തിന്റെ ആവശ്യം. അതെങ്ങനെ കോടതി പരിഗണിക്കും എന്നുള്ളത് ശ്രദ്ധേയമായിരിക്കും. ഏതെങ്കിലും തരത്തിൽ ഇളവ് നൽകുമോ എന്നുള്ളതും ശ്രദ്ധേയമായിരിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.